ഹലോ, ഞാനിന്നൊന്ന് ടെറസിലേക്ക് മെല്ലെ കയറി നോക്കിയതാണ്. കാരണം പകലൊന്നും കയറലേയില്ല. എപ്പോഴും രാത്രിയാണ് ടെറസിൻ്റെ മുകളിലേക്ക് കയറല്, രാത്രി എനിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ പകൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നുകൊണ്ടല്ല. അപ്പോൾ ഒന്ന് കുറച്ച് നേരത്തെ ഒന്ന് ഞാൻ കയറി നോക്കി. കാരണം കുറച്ച് തക്കാളിയൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട്. പുറത്ത് നോക്കുമ്പോൾ കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഏകദേശം കായ് പിടിക്കാനായി. കുറ്റി കുരുമുളകിൻ്റെ ഒരു തൈ ഞാൻ വെച്ച് കൊടുത്തത്. അതിൽ നന്നായിട്ട് കുരുമുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെയിലുള്ളതുകൊണ്ട് പിന്നെ അധികം നോക്കണമെന്നില്ല, വെള്ളം മാത്രമാണ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കാബേജിൻ്റെ തൈയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലും ഗോവയിൽ ഇപ്പോൾ വെച്ചതേ ഉള്ളൂ. ഇതൊക്കെ രാത്രി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇതെല്ലാം ചെയ്യും. കണ്ടില്ലേ, പച്ചമുളക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഒരുപാട് മുളകുണ്ട്, ഒരു തൈ തന്നെ ഒരുപാട് മുളകുണ്ട്. കുറേയും പഴുത്ത് കിടക്കുന്നത്. ഞാനധികം അങ്ങനെ ഉപയോഗിക്കില്ല, കാരണം 1-2 ആണ് കറക്കിടുന്നത്. നല്ല എരിവില്ല മുളകാണ്, അതുകൊണ്ട് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ ഈ മുളക് ഇതിനൊക്കെ ഞാൻ വളം ഇട്ടിരിക്കുന്നത് സാധാരണ കരിയിലകളും പിന്നെ അടുക്കളയിലെ പച്ചക്കറിൻ്റെ വേസ്റ്റുകളൊക്കെ തന്നെയാണ്. പിന്നെ കഞ്ഞിവെള്ളം പൊളിപ്പിച്ചതും, വേറെ പ്രത്യേകിച്ചൊന്നും ഇട്ട് കൊടുക്കലില്ല. വെണ്ടയൊക്കെ നന്നായി പിടിച്ചിരുന്നത് കണ്ടില്ലേ, നല്ല രീതിയിൽ വളർന്നതാണ്. അപ്പോൾ നല്ല ഹൈറ്റ് വെച്ചപ്പോൾ ഞാനത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായി പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് മറ്റേ തൈകളൊക്കെ ഞാൻ വാങ്ങി വെക്കൽ. ഇത് കണ്ടില്ല, അനാറിൻ്റെ തൈ 5-6 മാസമാകുമ്പോൾ തന്നെ നന്നായി പൂവിടാൻ തുടങ്ങി. അപ്പോൾ പൂവിട്ടതിന് ശേഷം ആ പൂവ് മുഴുവനും കൊഴിഞ്ഞു പോകും. ഇതിന് കായായിട്ടില്ല. ഇപ്രാവശ്യം വീണ്ടും പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. താഴെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, താഴെ എനിക്ക് സ്ഥലമില്ല. അപ്പം എന്തെങ്കിലും പുതിയോടെ വെക്കണമെങ്കിൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് വെക്കൽ. അതേപോലെ തന്നെ വാഴയും ഇതധികം വളരാത്ത ടൈപ്പാണ്. അപ്പം ഞാൻ ബക്കറ്റിൽ തന്നെ വെച്ചു. പിന്നെ കറിവേപ്പിലയും ഞാൻ ബക്കറ്റിൽ തന്നെയാണ് വെക്കൽ. താഴെ വെച്ച് ഒന്നും കിട്ടില്ല, മൊത്തം പുഴുവരിച്ചുണ്ടോ. ഞാനിപ്പോൾ കാര്യമായിട്ട് മുകളിലേക്ക് വന്നത് തന്നെ ഇവരെ കാണുന്നില്ലേ, പഴുത്ത് കിടക്കുന്ന നല്ല അടിപൊളി തക്കാളി. ഇതൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയാണ് മുകളിലേക്ക് വന്നത്. എല്ലാ തൈയിലും നന്നായി കായ്ച്ചിട്ടുണ്ട്. തൊടുന്ന സമയത്ത് തന്നെ ഇതാ കയ്യിലേക്ക് വരുന്നു, അത്രയും പഴുത്ത് കിടക്കുകയാണ്. രാത്രിയാണ് ഇവർക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇതധികം പഴുത്തതൊന്നും അങ്ങനെ ശ്രദ്ധയിൽപ്പെടാനില്ല. കാരണം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ട് താഴേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ വിളഞ്ഞ് കിടക്കേണ്ട വന്നത്. ഇത് 2ാം തവണയാണ് കേട്ടോ പറിക്കുന്നത്. ആദ്യം പറിച്ചതൊക്കെ മോള് കൊണ്ടുപോയി. ഇനിയിപ്പം കുറച്ചും കൂടി ഉണ്ട് പറിച്ചെടുക്കാൻ. വീണ്ടും നന്നായി പൂവിടുന്നുമുണ്ട് കേട്ടോ. ഇതൊന്നല്ല, ഒരുപാട് പൂക്കൾ ഇടുന്നുണ്ട്. വേണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ കയ്യിലേക്ക് വന്നാൽ നല്ല മണമുണ്ട്. എന്താ രസം. കാണുമ്പോൾ തന്നെ ഒരു കൊതിയാണ്, ഒരു മനസ്സിനൊരു സന്തോഷമാണല്ലേ. നമ്മൾ ചെറിയൊരു തൈ വെച്ച് പിടിപ്പിക്കുക, അതിന് വെള്ളം ഒഴിച്ച് വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ നന്നായി കായ്ക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. വിഷമില്ലാത്ത നല്ല തക്കാളിയല്ലേ. നമുക്കിത് ഈ മരത്തിൽ നിന്ന് തന്നെ പറിച്ചിട്ട് കഴിക്കാം. അത്രയും കഴുകണമെന്നൊന്നുമില്ല, കാരണം അങ്ങനെ ഒന്നും. അപ്പോൾ പഴുത്തതൊക്കെ ഞാൻ പറിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതാ കുറേ ഇനിയും ഉണ്ട്. നന്നായി ഇനി ഒരാഴ്ച കൊണ്ട് വീണ്ടും ഇത് പഴുക്കുന്നതായിരിക്കും. കാരണം അത്രയുണ്ട്. നന്നായി പൂവിട്ടിട്ടുണ്ട്, കുറേ കായ്കൾ പിടിച്ചതുമുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ്. കാരണം നല്ല നീളം വെച്ചപ്പോൾ അത് ഒടിഞ്ഞു പോകുമെന്നില്ല പേടിയിലാണ്. ഇത് കട്ട് ചെയ്ത് ഇതാണ് കണ്ടില്ലേ, നന്നായി മുളന്നിട്ട് വീണ്ടും നല്ല കായ് പിടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ അടുക്കളത്തോട്ടം ടെറസ് കൃഷി? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണേ. അതാണ് എനിക്ക് വേണ്ടത്. ബൈ.